ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, നമ്മളൊരു 4-5 ആഴ്ചയ്ക്ക് മുമ്പ് രേണുസുതി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ ഒരു സൈഡിൽ വെച്ച് അവസാനിപ്പിച്ചായിരുന്നു. അവസാനിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ തന്നെയാണ്. ഒരു 4-5 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം എന്താണെന്ന് റിവീൽ ചെയ്യുകയും ഞാൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു ടോപ്പിക്ക് പിന്നെ എടുക്കാതെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും രേണുസുതി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പ്രൊവോക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരെ കൊണ്ട് വീണ്ടും കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള വീഡിയോസും ഈവൻ ലൈവ് ഉൾപ്പെടെ നമുക്കിടയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു മെഡിക്കൽ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരത്തിന്റെ വീഡിയോ നമുക്ക് കാണുമ്പോഴത്തേക്കിന് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്തിന് വേണ്ട, പോട്ടെ, ആ സൈഡിൽ കൂടെ പോട്ടെ. അങ്ങനെ ആ സൈഡിൽ കൂടെ പോട്ടെ എന്ന് പറയാൻ അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണം ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ മാത്രമാണ്. എന്നാൽ അങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ അറിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥ എന്താണെന്ന് രേണുസുതി എന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യം അറിയുന്നത്. ആ ലേറ്റ് ആയിട്ട് അറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ രേണുസുതി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ നെഗറ്റിവിറ്റി ആയിട്ടുള്ള വീഡിയോസ് വരുമ്പോഴത്തേന് അതിന് അത്രയധികം ജനശ്രദ്ധയും ജനപ്രീതിയും ഉണ്ടാവുന്ന ഒരു കാര്യം. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു മാമ്പഴത്തെ നമ്മൾ എടുത്തു വെച്ചത് കൊള്ളത്തില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും ആ സൈഡിൽ കൂടെ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, രേണുസുതി കാണിക്കുന്ന കൊള്ളരുതായ്മകൾ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേന് അതിന് അക്സെപ്റ്റൻസി കൂടുന്നു. കാരണം എന്താ, ആ സാധനം, ആ കാണിക്കുന്ന സാധനത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമില്ല എന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ രേണുസുതി എന്ന് പറയുന്നൊരു ടോപ്പിക് എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങളെ കൊണ്ടും കാണുന്ന ആൾക്കാരെ കൊണ്ടും ഇല്ലേ, പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല രീതിയിൽ, ഈവൻ മരിച്ചുപോയ സുധിച്ചേട്ടനെ എടുത്തു വെച്ച് ബാഡ് രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് പോർട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം. ഇവരുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു തന്നെ അറ്റ് ലാസ്റ്റ് ഫൈനലി ഇവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ ഇടയുണ്ടായ സാഹചര്യം ഇവർ പോകുന്ന പല രീതികളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലേ? തീർച്ചയായിട്ടുമാണ്. ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള സജീന ഉൾപ്പെടെയുള്ളവർ ഇവർക്കെതിരെ തിരിഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ളവരാ. ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളവർ തന്നെ. പിന്നെ ഇപ്പോൾ ഒരു 4 കെട്ടിയ മുറിക്കകത്ത് വന്നിരുന്നുകൊണ്ട് അവർ തൊടുന്നില്ല ഇവിടെ തൊടുന്നില്ല എന്ന് ഈ മെഡിക്കൽ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം പറയുന്ന കാര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വള്ളത്തിൽ നിൽക്കാനും ആ ഒരു വള്ളത്തിൽ തന്നെ നിന്നുകൊണ്ട് തുഴയാനായിട്ട് പഠിക്കണം. 2-3 വള്ളത്തിലോട്ട് കയറുമ്പോഴത്തേന് എന്തോ പറ്റുന്ന കവട്ട വലിഞ്ഞ് കീറി കിട്ടി അങ്ങ് പോകത്തതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും രേണുസുതി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഒരു സൈഡിൽ വെച്ച് അവസാനിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ്. അവിടെ നിന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവിടെ പുള്ളിക്കാരിയുടെ ചേച്ചി ക്യൂ നിൽക്കുന്നത് കണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നടന്ന് ആ വരാന്തയുടെ സൈഡിൽ കൂടെ പോകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു, വീഡിയോസ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് സാമ്പത്തികമായിട്ട് രേണുസുതിയുടെ പക്കൽ എനിക്കറിയത്തില്ല എന്തുവാ റിയാലിറ്റി എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരുപാട് നാളുകൾ പറഞ്ഞൊരു പേരാണ് രേണുസുതി. പെട്ടെന്ന് രേണുവിന് ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കിന് സീരിയസ്ലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് വിഷമമുണ്ട്. ഇല്ലാതെ ഒരിക്കലും പറയത്തില്ല, വിഷമമുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആൾക്കാരല്ലേ. എന്തോ അത് ആരെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നവർ, ആരും ക്ഷണിച്ചു വരുത്തുന്നതുമല്ല, അതൊന്നുമല്ല. അത് ഇപ്പം തേർഡ് സ്റ്റേജും കഴിഞ്ഞു. അതിന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഫ്രീക്ക്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം
എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പം അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ നമുക്കറിയാം, അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പം അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ചു, ഒരു മനുഷ്യനോടും പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, രേണുസുതി ഈ ഒരു സാധനം വെച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ സർവൈവ് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മുമ്പ് കാണിച്ചു കൂട്ടുന്ന റീച്ചിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും വീണ്ടും ആ രീതിയിൽ തന്നെ നിലനിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ ഈ ഒരു മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് വീഡിയോ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ കമന്റ്, അവര് നമുക്കിടുന്ന കമന്റ്, അങ്ങനെയാണെങ്കിൽ രേണു ഇങ്ങനെ നടക്കുമോ, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടില്ല ഇങ്ങനെ ചെയ്യുമോ എന്ന്. അതെല്ലാം ഒരു സെൽഫായിട്ട് അങ്ങനെ അല്ല എന്ന് തന്നെ തീരുമാനിച്ച് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാവുന്ന കാര്യം. സെൽഫായിട്ട് അങ്ങനെ അല്ല, നമ്മൾ അതിനെപ്പറ്റി വറീഡല്ല, ബോധേഡല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോഴത്തേന് തോന്നി തുടങ്ങാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്. പക്ഷെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം രേണു പറയുന്നുണ്ടല്ലേ, ഇതുപോലുള്ളൊരു മുഴ 15ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 15 വർഷത്തിന് മുമ്പായിരുന്നു എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന്. ഡോക്ടർ അന്നേ പറഞ്ഞു ഇത് ക്യാൻസറിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളൊരു കാര്യം. അതാ പറയുന്നത്. ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്കും ചിന്തിക്കാം, നിങ്ങൾക്കോ നിങ്ങൾക്കിടയിലോ കൂട്ടുകാർക്കിടയിലോ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതിന് എത്രയും പെട്ടെന്ന് ആ ഡൗട്ട് തീർത്ത് അതിനൊരു ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം. അതും കൂടാണ് സത്യം പറഞ്ഞ രേണുസുതി ഈ ഒരു ഇന്റർവ്യൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. കരീഷ്മ അറിയാം, മാനേജർ എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല, കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ, കരീഷ്മ എന്നോട് ചോദിച്ചു എന്താടി നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്കറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്, അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്, ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്, പക്ഷെ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണ് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചത്. പതോളജി റിപ്പോർട്ടാണ്, പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വിൽക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെന്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാൻ. ഈ ഒരു വീടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലൊരു ഇന്റർവ്യൂല് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് രേണുസുതിയുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, കാര്യങ്ങൾ എടുത്തു വെച്ച ഇന്റർവ്യൂ, അതിനുശേഷം രേണുസുതിയുടെ റീച്ചിലേക്ക് വരുന്നുള്ള ഇന്റർവ്യൂ, രേണുസുതി റീച്ചിലെത്തിയതിന് ശേഷം നെഗറ്റീവ് കമന്റിനെതിരെ രേണുസുതിയുടെ റിപ്ലൈ എന്താണെന്നുള്ള ഇന്റർവ്യൂ. എനിക്കൊന്ന് രാവിലെ ഉറക്കം എടുക്കുന്ന സമയത്ത് രേണുസുതിയുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കാണുമായിരിക്കുന്നു 3-4 ക്യാമറയും ഇന്റർവ്യൂ എടുക്കാനുള്ള ആൾക്കാരും. ബിക്കോസ് രേണുസുതി കത്തി നിൽക്കുക ബിഗ് ബോസിന് മുമ്പ്. അതേ പ്ലേസിൽ ഇരുന്നുകൊണ്ട് തന്നെ രേണുസുതിയുടെ ഇതുപോലൊരു മെഡിക്കൽ കണ്ടീഷനും എടുത്തു വെച്ച് വീഡിയോ ചെയ്യേണ്ട ഒരു മനുഷ്യന്റെ കാര്യമല്ലേ? മനുഷ്യന്റെ കാര്യം അത്രേ ഉള്ളൂ. ഈവൻ നമ്മളായാലും ശരി, വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും ശരി. അല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഈ ഒരു സാഹചര്യത്തിൽ
ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലായിടത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത്. ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രേണുസുതി നിരന്തരം ഡേ ടു ഡേ ലൈഫിൽ കാണിച്ചു വന്നിരുന്ന ഒരു കാര്യമുണ്ട്. ആ സെയിം സാധനം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നതിന് ശേഷം ഒരു പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിനു മുമ്പ് രേണുസുതി വ്യക്തമായ റീച്ചും വ്യക്തമായിട്ട് എങ്ങനെ ഇഞ്ചെക്ട് ചെയ്തൊരു സാധനം കൊടുക്കും, അത് വെച്ച് എങ്ങനെ റിയാക്ഷൻ ഒപ്പിക്കുക എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. മേ ബി അതിനുശേഷം പുള്ളിക്കാരി വീട്ടിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു, വീട്ടിലെ പല കാര്യങ്ങൾക്ക് മാത്രം ഇൻവോൾവ് ആയി പോകുന്നു. അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ എക്സ്ക്ലൂസീവിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു, പല റീൽസുകളും വീട്ടിനുള്ളിൽ മാത്രം പോകുന്നു. എന്നാൽ അതിന് മുമ്പ് തൊട്ടുള്ള രേണുസുതി എങ്ങനെയായിരുന്നു? സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്നു, ഈ പറയുന്ന ക്യാമറ എടുക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ചെല്ലുന്നു, അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നു, നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോസിനെ കുറിച്ച് ചോദിക്കുന്നു, അതിന് റിപ്ലൈ കൊടുക്കുന്നു. ഇല്ലേ, കണ്ടിന്യൂസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് പോളിസി കണക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിനും വലിയ കുത്തുവാക്കളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിനും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ഇതിനകത്ത് ഇപ്പൊ രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊന്നും അല്ലെങ്കിൽ കമന്റിനകത്തൊന്നും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായെന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് രേണുവിന് മാത്രമേ അറിയാവൂ, അല്ലാതെ യാതൊരു വ്യക്തികൾക്കും ഇത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. വീണ്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ നെഗറ്റീവുകൾ കേൾക്കാൻ ആഗ്രഹമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? സോഷ്യൽ മീഡിയയിൽ ആ നമ്മൾ നിൽക്കുന്ന സ്ട്രാറ്റജി ശരിയല്ലെന്നും നമ്മൾ പോയിട്ടുള്ള പാത്ത് കറക്റ്റ് അല്ലെന്നും നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിൽ നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റി മാറി പോസിറ്റീവിലേക്ക് വരാനായിട്ട് ഒരു കുഴപ്പമില്ലാത്ത കാര്യമോ. പക്ഷെ സ്റ്റിൽ രേണു ആ സമയത്ത് എന്തായിരുന്നു? നെഗറ്റീവിലൂടെ തന്നെ വളരാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റ്, അദ്ദേഹം വളരെയധികം നെഗറ്റിവിറ്റി കൂടെ മാത്രം കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യത്യാസമാണ്. ഡെയിലി ഒരു 150 അന്തക്കുള്ളി എങ്കിലും കേട്ടില്ലായിരുന്നു, അയാൾക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ആ രീതി പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ ചന്ദ്രയുടെ കമന്റ് ബോക്സിൽ എന്തായാലും ചീത്ത വിളിക്കുന്നുണ്ടോ? അയാളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ ഒറ്റവനല്ലടാ, ഇല്ല ഉണ്ടാക്കി വളവെടുത്തവനല്ല ആരെങ്കിലും പറയാനായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. നല്ലതെന്ന് പറയിപ്പിക്കാനായിട്ട് ഒന്ന് വഴി മാറിക്കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളായിരുന്നു. അങ്ങനെ മാറാത്തത് കൊണ്ടായിരുന്നു രേണുസുതിക്ക് വീണ്ടും വിഷമം ഉണ്ടാവാനൊരു സാഹചര്യം ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ നിലനിന്നിരുന്ന സമയത്ത് തന്നെ. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിൻ്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ചേച്ചി, എനിക്ക് ശരിക്കും ചേച്ചിനോട് ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല, പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതായി. ചേച്ചി എപ്പോഴും കിച്ചുവിനെ പോലെയായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതപ്പം
ചേച്ചി റിയലി എന്തെങ്കിലും ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും എൻ്റെ ചോദ്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഏയ് അങ്ങനൊന്നും ഇല്ല, കുഴപ്പമില്ല. സ്ഥാനത്ത് തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. വാ വാ വാ. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ്റെ സ്വപ്നം കാണുകയോ? ഞാൻ സുധിച്ചേട്ടൻ്റെ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറഞ്ഞു കുറേ വർഷമല്ല കുറേ നാളുകളായി. ഞാനത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. ചിലപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാൾ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. മതി. കമന്റ് ബോക്സിനകത്ത് ഇതിനകത്ത് മെസ്സേജിനകത്ത് ഒരുപാട് ആൾക്കാർ രേണുസുധിയെ കുറിച്ച് വീണ്ടും അത് കണ്ടില്ലേ നിങ്ങൾ റിയാക്ട് ചെയ്യാത്ത എന്താ, അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിച്ച് കമന്റുകൾ എനിക്ക് വീണ്ടും വരാറുണ്ട്. അപ്പം അവർക്കൊരു ഉത്തരം കൂടെ ആകട്ടെ ഈ ഒരു സാധനം. ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഇമാര് മെസ്സേജ് ഒന്നും അയക്കില്ല ആരും രേണുസുധിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ. തേർഡ് തിങ്, നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഇവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന, അവളുമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാം. എല്ലാവരും വലിയ ആൾക്കാരൊന്നുമില്ല, പക്ഷെ ഈ രേണുസുധി എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ കുറേ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. രേണുസുധി നീ പറഞ്ഞിട്ടുണ്ട്. അതായത് രേണുസുധി കാണിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ കണ്ടിട്ട് ആ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നും ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോഴത്തേനും ഉണ്ടാവുന്നൊരു വിഷമമുണ്ടല്ലോ, അതുണ്ട്. ആ വിഷമമുണ്ട്. ഇവനിപ്പം എനിക്കൊന്ന് ഫിറോസ് അതായത് ഇവർക്ക് മറ്റേ KHDC ഫിറോസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പം പറഞ്ഞവരെല്ലാം വീണ്ടും ഇതാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദയവായി നെഗറ്റീവ് കമന്റുകൾ പരിഹാസങ്ങളും ഒഴിവാക്കണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് ഫിറോസ് KHDC. ഇപ്പൊ ഫിറോസ് KHDC ആണെങ്കിലും ശരി, ഇവർക്കെതിരെ പല ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അവർക്ക് നെഗറ്റിവിറ്റി 10 കയറുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു വഴി ഒഴുക്കി കൊടുത്തിട്ടുള്ളവർ തന്നെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വരുമ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് അത് ബാക്ക് അടിച്ചിട്ടുണ്ട്, അത് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്, അത്രേ ഉള്ളൂ. അപ്പം പോട്ടെ, രേണുസുധിയുടെ ആഗ്രഹം പോലെ തന്നെ തീർച്ചയായിട്ടും രേണുസുധി വരും, ഉറപ്പായിട്ടും വരും. നിങ്ങൾ വന്നിട്ട് വേണം, നിങ്ങൾ വീണ്ടും പഴയ പോലെ വരണം, എന്നാലേ ഞങ്ങൾക്ക് വീണ്ടും രേണുസുധി പറഞ്ഞിട്ട് ടോപ്പിക്കും പേരും എടുത്ത് വെച്ച് വീണ്ടും അടിക്കാൻ പറ്റൂ. നിങ്ങൾ വരണം, നിങ്ങൾ പോയിട്ട് പഴയതിനെക്കാട്ടിലും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഈ പരിപാടികളെല്ലാം മാറ്റി വെച്ച് ഈ രോഗാവസ്ഥയൊക്കെ മാറിയിട്ട് കറങ്ങി വരണം. സ്റ്റിൽ ഐ എം വെയിറ്റിംഗ്. വരണം, ഉറപ്പായിട്ടും വരും. ബാ.